ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാത്രമല്ല അവനൊരു നല്ല മനുഷ്യനേ അല്ല. പിന്നെ ഞാൻ എങ്ങനെ അവളെ അവന് കെട്ടിച്ചു കൊടുക്കുന്നത്? ശരിക്കും ഗോകുലും രാജീവും തമ്മിൽ എന്താ പ്രശ്നം? നിങ്ങൾക്കിടയില് ഞങ്ങൾ അറിയാത്ത എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇനി അവൻ എന്റെയും എന്റെ മോളുടെയും പിന്നാലെ വരും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് ഡ്രൈവർമാരുടെ കൂടെ പഴയ വീട്ടിലേക്കല്ല, പിന്നെ ആ തള്ളയുടെയും സഹോദരങ്ങളുടെയും കൂടെ പോകുന്നത്. അപ്പോ അവന്റെ പഴയ പ്രതിജ്ഞയൊക്കെ കാറ്റി പറത്തിയോ? അവനെ പറഞ്ഞു സമ്മതിപ്പിച്ചത് ആരാണെന്നറിയോ മാഡത്തിന്? അഡ്വക്കേറ്റ് ആരതി വർമ്മ. ആര്? ആരതി വർമ്മയോ? അതെ. അതിന് ഒരു വക്കീലും കക്ഷിന്നുള്ളതല്ലാതെ അവര് തമ്മിൽ മറ്റെന്താ ബന്ധം? ഞാൻ പറഞ്ഞില്ലേ മാഡം, ആരതി വർമ്മ ഇപ്പോ ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാ. എന്റെ ടെൻഷൻ അതല്ല മൂർത്തി. അവൻ എങ്ങോട്ട് വേണേലും പൊക്കോട്ടെ, പക്ഷെ എന്റെ മോള്, അവൾ ഇനി അവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അവളെ മുന്നിൽ നിർത്തിയാ അവൻ എനിക്കെതിരെ കളിക്കുന്നത്. അന്ന് സ്കൂളിൽ വെച്ച് ഭ്രാന്ത് പിടിച്ചതുപോലെ എന്റെ മോൾ അവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞെന്താന്ന് മൂർത്തിക്ക് അറിയോ? അവക്ക് അവനെ പോലെ ഒരു അച്ഛനെ കിട്ടിയാ മതിന്ന്. ഞാൻ കൊടുക്കുന്ന സ്നേഹം എന്താ എന്താ അവൾ എനിക്ക് തിരിച്ചു തരാത്ത മൂർത്തി? അത് മോളുടെ സ്കൂൾ മാറ്റിയല്ലോ മാഡം. അതിനെക്കുറിച്ച് ഞാനിപ്പോ ആലോചിക്കുന്നുണ്ട്. ഊട്ടിയിലെയോ ബാംഗ്ലൂരിലെയോ ഏതെങ്കിലും ഒരു ബോർഡിംഗ് സ്കൂളിൽ അവക്കൊരു അഡ്മിഷൻ ശരിയാക്കിയല്ലോ എന്നാ ഇപ്പൊ എന്റെ ആലോചന. അവളെ പിരിയാൻ വയ്യാത്തോണ്ടാ എന്റെ കൂടെ നിർത്തി പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇപ്പോ അവളെല്ലാം അറിഞ്ഞു. അവള് അനാഥയാണെന്ന് അവൾ അറിഞ്ഞു. ഇങ്ങനെ പോയാ അവൾ എന്റെ കൈവിട്ടു പോവും. എന്റെ മോള് എങ്ങനെയാ മൂർത്തി അനാഥയാവുന്നേ? ദത്തെടുത്താണെങ്കിലും ഞാനല്ലേ അവളെ വളർത്തുന്നത്. കുട്ടിയല്ലേ മാഡം, നമ്മുടെ ശത്രുക്കളെയൊന്നും തിരിച്ചറിയാൻ അവൾക്ക് പറ്റില്ലല്ലോ. പക്ഷെ മാഡത്തിന്റെ അനിയത്തി മോളോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവള് എന്റെ മോളുടെ കുഞ്ഞമ്മയാണ് പോലും. എങ്ങനെയാ മൂർത്തി അവൾ എന്റെ മോളുടെ കുഞ്ഞമ്മയാവുന്നേ? മാഡം, പേടിക്കേണ്ടത് അതല്ല. പഴയ കാര്യങ്ങൾ വല്ലതും മാഡത്തിന്റെ അനിയത്തി മോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചത് നെല്ലിശ്ശേരി വീട്ടിലെ കാര്യമാ. മാഡം ആ വീട്ടിൽ നന്ദൻ സാറിന്റെ ഭാര്യയായി ജീവിച്ച കാലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും മാഡത്തിന്റെ അനിയത്തി മോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം. എങ്കിലവളെ ഞാൻ കൊല്ലും. അനിയത്തിയാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ആഹാ മാഡം, ഞാനൊരു കാര്യം പറയാം. കുട്ടികളോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. മാഡം കുറച്ചുകൂടി സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഒരു കാരണവശാലും ചിപ്പിമോൾ ഇനി സച്ചിയെയോ ആ വീട്ടുകാരെയോ കാണാൻ പോകരുത്. അത് സ്നേഹത്തോടെ മാഡം പറഞ്ഞു മനസ്സിലാക്കണം. ഇതിൽ കൂടുതൽ എങ്ങനെയാ മൂർത്തി ഞാൻ അവളെ സ്നേഹിക്കുന്നേ? അവക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകുന്നില്ലേ? എന്റെ മോളായിട്ടല്ലേ അവള് ജീവിക്കുന്നേ. ഒന്നിനും ഒരു കുറവും ഞാൻ അവക്ക് വരുത്തുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ മാഡം, കുട്ടികളുടെ മനസ്സാണ്. ചിപ്പിമോളുടെ കൂട്ടുകാരിയുടെ അച്ഛനാണ് സച്ചി. ഇനിയും ആ സ്കൂളിൽ പഠിച്ചാൽ മോള് സച്ചിയെ കാണാനുള്ള സാധ്യത കൂടുതലാ. സ്കൂൾ മാറ്റണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇല്ല മൂർത്തി, എന്റെ മോളെ മുന്നിൽ നിർത്തി എന്നെ തോൽപ്പിക്കാമെന്ന് സച്ചിന്നല്ല ആര് വിചാരിച്ചാലും നടക്കില്ല. എന്റെ മോളോടുള്ള അവന്റെ അടുപ്പവും ബന്ധവും എങ്ങനെയായാലും എനിക്ക് മുറിച്ച് കളഞ്ഞേ പറ്റൂ. മുറിച്ച് കളയും ഞാൻ. എന്റെ മോൾ എന്റേത് മാത്രമാ. അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഞാനാ. ഞാനല്ലാതെ മറ്റാരും അവളെ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിന് സമ്മതിക്കില്ല ഞാൻ. എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ആരുടെ? എന്റെയോ? തനിക്ക് വെറുതെ തോന്നുന്നതാ. എന്റെ മുമ്പിൽ അങ്ങനെ അഭിനയിക്കൊന്നും വേണ്ട. സത്യം പറ,
എന്താ പ്രശ്നം? രാജീവിന്റെയും ശിശിരേച്ചിയുടെയും കാര്യമാണോ മനസ്സിൽ? അതെ, ഇന്നവൻ ഇവിടം വരെ കയറി വന്നു. അയാൾ ഇവിടെ വന്ന് ശിശിരേച്ചിയെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അതിലിപ്പോ എന്താ ഇത്ര തെറ്റ്? എടോ, എനിക്കും അമ്മയ്ക്കും വിവാഹത്തിന് താല്പര്യമില്ല എന്ന് അവൾക്കും അവനും നല്ലപോലെ അറിയാം. എന്നിട്ടും അവനെ വീട്ടിൽ കയറി വന്നെങ്കിൽ അത് അവള് വിളിച്ചു വരുത്തിയത് തന്നെയാ. ഗൂഗിൾ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തിനാ രാജീവൻ ഇങ്ങനെ എതിർക്കുന്നേ? ശിശിരേച്ചിക്ക് അയാളെ ഇഷ്ടാണ്. ഗൂഗിളിന്റെ വ്യക്തിപരമായ എതിർപ്പിനേക്കാളും ചേച്ചിയുടെ ഇഷ്ടമല്ലേ വലുത്? എടോ, ഈ വിവാഹം നടക്കുന്നത് കൊണ്ട് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവൂ. എന്തിനാ ഗൂഗിൾ അങ്ങനെ മുൻവിധിയോടുകൂടി കാര്യങ്ങളെ കാണുന്നേ? ശിശിരേച്ചി ഗൂഗിളിന്റെ സഹോദരിയാ. ആ എന്റെ സഹോദരിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അവനെപ്പോലും ഫ്രോഡിനെ അവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന എനിക്ക് താല്പര്യമില്ല. രാജീവ് വന്നുപോയ ശേഷം ഇന്ന് അമ്മയും ചേച്ചിയും തമ്മിൽ വഴക്കുണ്ടായി. അമ്മ ചേച്ചിയെ തല്ലി. നാളെ ഇനി ഇതുപോലൊരു വഴക്കുണ്ടാവുമ്പോ ചേച്ചി മറ്റെന്തെങ്കിലും ചെയ്താലോ? ചേച്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് നടത്തുന്നതല്ലേ നല്ലത്? ഒന്നുമില്ലെങ്കിലും അയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? പോലീസ് ഉദ്യോഗസ്ഥൻ? ആ യൂണിഫോം ഇടാനുള്ള അർഹത പോലും അവനില്ല. മാത്രമല്ല അവനൊരു നല്ല മനുഷ്യനേ അല്ല. പിന്നെ ഞാൻ എങ്ങനെ അവളെ അവന് കെട്ടിച്ചു കൊടുക്കുന്നത്? ശരിക്കും ഗോകുലും രാജീവും തമ്മിൽ എന്താ പ്രശ്നം? നിങ്ങൾക്കിടയില് ഞങ്ങൾ അറിയാത്ത എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാ ഗൂഗിൾ രാജീവിനെ ഇങ്ങനെ എതിർക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. എന്താ അത്? എടോ, നമുക്കൊരു മോളുണ്ട്. അതുകൊണ്ട്? എടോ, നമ്മളുടെ മോളുടെ അതേ പ്രായത്തിലുള്ളൊരു പെൺകുട്ടി 4-5 വർഷം മുമ്പ് അബ്യൂസ് ചെയ്യപ്പെടുകയും പിന്നീട് ആ പെൺകുട്ടി കൊല്ലപ്പെടുകയും ചെയ്തു. താൻ കേട്ട് കാണും, കൺമണി കേസ്. ഗൂഗിള് തോറ്റുപോയ ആ കേസല്ലേ? അതെ, ആ കേസിലെ മുഴുവൻ പ്രതികളും രക്ഷപ്പെടാൻ കാരണക്കാരൻ രാജീവാണ്. നമ്മുടെ മോളുടെ അതേ പ്രായം, ശരീരം നിറയെ മുറിവുകൾ. ആ കുഞ്ഞിനെ വേദനിപ്പിച്ച് കൊന്നുകളഞ്ഞു. ആ കേസിൽ അന്വേഷണം നടത്തിയത് ഈ രാജീവ. പ്രതിയുടെ കയ്യിൽ നിന്നൊരു വലിയ തുക വാങ്ങിയിട്ട് തെളിവ് മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞു. കേസ് മുഴുവൻ മാറ്റിമറിച്ചു. മനുഷ്യനായി ജനിച്ച ഒരാളും ചെയ്യാത്ത പ്രവൃത്തിയാണ് അവൻ ചെയ്തത്. ഇതുപോലൊരു ദുരന്തം സംഭവിച്ചത് നമ്മുടെ മോൾക്കായിരുന്നെങ്കിൽ നമ്മൾ അവനെ ഈ വീടിന്റെ പരിസരത്ത് വരാൻ അനുവദിക്കുമായിരുന്നോ? ഇനി താൻ തന്നെ പറ, ഇത്രയും ക്രൂരനായ ഒരുത്തിന് ഞാൻ എങ്ങനെ ശിശിരെ കല്യാണം കഴിച്ചു കൊടുക്കും? അതിനെന്റെ മനസാക്ഷി അനുവദിക്കോ?